നിങ്ങൾ നോക്കൂ, 16 മെട്രോ സ്റ്റേഷനുകളാണ് 24 മണിക്കൂറായി പൂട്ടിക്കിടക്കുന്നത്. അത് അടിയന്തരമായി തുറക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ തന്നെ രാജ്യത്തോട് പറഞ്ഞു. തുറന്നില്ല. പിന്നെ എന്താണ്, മെട്രോ സ്റ്റേഷൻ തുറക്കുന്നില്ല എന്ന് മാത്രമല്ല കടകൾ അടയ്ക്കാൻ പറയുന്നു. വൈകുന്നേരം 6 മണിയാകുമ്പോൾ മുഴുവൻ യുദ്ധസമാനമായി വഴിയിൽ കാണുന്നവരെല്ലാം അറസ്റ്റ് ചെയ്യുന്ന നീക്കമുണ്ടാകുന്നു. ഇങ്ങനെ യുദ്ധസമാനമായ ഒരു അന്തരീക്ഷത്തിലൂടെ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തല്ലിയൊതുക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിശക്തമായ പ്രതിഷേധത്തിലേക്ക് ഞങ്ങൾ പോകും. ആ പ്രതിഷേധത്തിലേക്കാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. രാഹുൽ ഗാന്ധിയുള്ള ബസ് എന്താണ് യാത്ര ആരംഭിച്ചത്? വലിയ പ്രതിഷേധമാണല്ലോ എം പി. സർക്കാർ ആരെയാണ് പേടിക്കുന്നത്? സർക്കാർ ആരെയാണ് പേടിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം സർക്കാരിന്റെ എതിരെയുള്ള ഒരു സമരമെന്ന് പറയുന്നത് വളരെ സമാധാനപരമായിട്ട് ഗാന്ധി സ്മൃതിയിലേക്ക് പോകുന്നവരും തടയുന്നു, കടകൾ അടക്കാൻ പറയുന്നു, മെട്രോ സ്റ്റേഷനിൽ അടക്കുന്നു, NSA ലാഗു ചെയ്യുന്നു. ഇതെല്ലാം സർക്കാർ ആരോടാണ്? സർക്കാരിനെതിരെ വിദ്യാർത്ഥികൾ പറയുന്ന ചെറിയൊരു കാര്യം പോലും അവർക്ക് നടപ്പിലാക്കാൻ പറ്റാതെ സർക്കാർ പേടിച്ച് വരണ്ട് ഒളിച്ചിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ധർമ്മേന്ദ്ര പ്രധാന രാജ്യമാണ് പ്രധാന ആവശ്യം. വിദ്യാർത്ഥികളുടെ ആവശ്യമാണ്, അത് ന്യായമായിട്ടുള്ള ആവശ്യമാണ്. ഐക്യദാർഢ്യം ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. എന്താണെങ്കിലും എം പിമാരുള്ള വാഹനം, എം പിമാരുടെ ബസ്, രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകളുള്ള ആദ്യ ബസ്സാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഈ ബസ്സാണ് ഇപ്പോൾ ഗാന്ധി സ്മൃതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ബസ്സിന് എവിടെ വരെ അനുമതി ലഭിക്കും എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത എന്തായാലും നമുക്ക് വന്നിട്ടില്ല. നമുക്ക് കാണാൻ കഴിയും KC വേണുഗോപാൽ തന്നെ ബസിന്റെ മുൻനിരയിൽ ഉണ്ട്. KCയോട് നമുക്ക് KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധിയൊക്കെ നമുക്ക് ഈ ബസ്സിൽ കാണാൻ കഴിയും. ഇത്തരത്തിൽ ഈ ബസ് മുന്നോട്ട് പോവുകയാണ്. ഈ ബസ്സിൽ രാഹുൽ ഗാന്ധി ഉണ്ട്, ഒപ്പം പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള ആളുകൾ. നേരത്തെ ഈ ബസ്സുകൾ രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്ക് വന്നപ്പോഴേ നമ്മൾ റിപ്പോർട്ട് ചെയ്താണ് എന്തോ ഒരു വലിയ നീക്കം കോൺഗ്രസ് നടത്താൻ പോകുന്നത്. കാരണം ഈ പറഞ്ഞതുപോലെ നിലവിൽ ഇപ്പോൾ നേതാക്കൾ വ്യക്തമാക്കുന്നത് പ്രധാനമായും ഇന്ന് സുപ്രീം കോടതി അടക്കം പറഞ്ഞു ദില്ലിയിലെ മെട്രോ സ്റ്റേഷൻ തുറക്കുമെന്ന്. 17 മെട്രോ സ്റ്റേഷനുകളാണ് ഇന്നിപ്പോൾ അടഞ്ഞുകിടക്കുന്നത്. ആ സാഹചര്യത്തിൽ മെട്രോ സ്റ്റേഷൻ തുറക്കാൻ തറയെന്ന് മാത്രമല്ല 6:30 കൂടി തന്നെ കൊണാട്ട് പ്ലേസ് അടക്കമുള്ള ഇടങ്ങളിലെ കടകൾ അടയ്ക്കാമെന്ന് ഉദ്ദേശിച്ച് സർക്കാർ സമാനമായ സാഹചര്യം. 2 വാഹനങ്ങളിലായി കോൺഗ്രസിന്റെ എംപിമാർ, പ്രതിപക്ഷത്തിന്റെ എംപിമാർ തീർച്ചയായിലേക്ക് പോകാനുള്ള നീക്കത്തിലാണ്. മുന്നിൽ തന്നെ രാഹുൽ ഗാന്ധിയുണ്ട്, KC വേണുഗോപാലുണ്ട്, പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവരുണ്ട്. PR സുനിൽ കൂടി വിവരങ്ങളുമായി ചേരുകയാണ്. PR സുനിൽ, ഈ ലക്ഷണങ്ങൾ കാണുമ്പോൾ, ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തലസ്ഥാന നഗരി ഇന്നോളം കണ്ടിട്ടില്ലാത്തത് എന്തോ കാണാനിരിക്കുന്നു എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാധു, തീർച്ചയായും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാക്കൾ ഒറ്റക്കെട്ടായാണ് 30 ജനുവരി മാർഗിലേക്ക് പോകുന്നത്. 30 ജനുവരി മാർഗ് എന്ന് പറയുന്നത് ഗാന്ധി സ്മൃതിയാണ്. ഗാന്ധിജി വെടിയേറ്റ് മരിച്ച സ്ഥലമാണ്. ഗാന്ധിജിയെ നാഥുറാം ഗോഡ്സെ നിറയൊഴിച്ച ആ ഒരു ഗാന്ധി സ്മൃതിയിലേക്കാണ് ഈ ഒരു സന്ധ്യാസമയത്ത് ഇന്ത്യ സഖ്യം നേതാക്കൾ ഒറ്റക്കെട്ടായി ഇപ്പോൾ വിദ്യാർത്ഥികളുടെ ആവശ്യം ഉയർത്തിപ്പിടിച്ച് പോകുന്നത്. ഈ രാത്രിയിൽ ഏതായാലും അവരെ മുന്നോട്ട് പോകാൻ ദില്ലി പോലീസ് അനുവദിക്കുമോ എന്നത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ അതീവ സുരക്ഷാ മേഖലയാണ് ഈ 30 ജനുവരി മാർഗ് എന്ന് പറയുന്ന പ്രദേശവും. അവിടെ നിന്ന് വളരെ അടുത്താണ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി, തൊട്ടപ്പുറത്താണ് ഇന്ദിരാഗാന്ധി മ്യൂസിയം. അപ്പോൾ ഗാന്ധിജിയുടെ സ്മൃതി, ഗാന്ധിജിയുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന അവസാന നിമിഷങ്ങളുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ആ ഗാന്ധി സ്മൃതിയിലെത്തി പ്രതിഷേധിക്കാനുള്ള ഒരു തീരുമാനം കോൺഗ്രസ് എടുത്തിരിക്കുകയാണ്. തീർച്ചയായും അത് വലിയൊരു നീക്കം കൂടിയാണ് എന്നതാണ്